നിങ്ങൾ ഒരുപാട് നേരം ഒരേ ഇരിപ്പിരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. പ്രത്യേകിച്ചും ബാങ്കിങ് അല്ലെങ്കിൽ IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ജോലി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു വല്ലാത്ത രീതിയിലുള്ള ബാക്ക് പെയിൻ അനുഭവപ്പെടാറുണ്ട്. ഈ ഒരു സമയത്ത് മസിലുകൾക്ക് ആശ്വാസം നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ക്വിക്ക് റിലാക്സേഷൻ എക്സസൈസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിലാദ്യത്തേത് പൈറിഫോമിക് സ്ട്രെച്ചിങ്. അതിനുവേണ്ടി നമ്മൾ ഇരുന്നിട്ട് ഒരു കാല് മറ്റേ കാലിൻ്റെ മേലേക്ക് കയറ്റി വെക്കുക. അതേപോലെ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ നമ്മൾ ബോഡി ആംഗിളിൻ്റെ സൈഡിലേക്ക് ലീൻ ചെയ്തിട്ട് ഒരു 30 to 40 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. അതിനോടൊപ്പം ഒരു 2 to 3 റിപ്പിറ്റേഷൻസ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ കാലിലും റിപ്പീറ്റ് ചെയ്യുക. ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് ബട്ടക്സിൻ്റെ ഏരിയയിലുള്ള ടെൻഷൻ കുറയ്ക്കാനും ആ മസിലിനെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതേപോലെ രണ്ടാമത്തേത് അപ്പർ IT സ്ട്രെച്ചിങ് ആണ്. അതായത് നമ്മൾ ഇതേ പൊസിഷനിൽ തന്നെ ഇരുന്നുകൊണ്ട് നമ്മൾ കാല് മുട്ടിൻ്റെ അവിടെ ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അതിനോടൊപ്പം ചെസ്റ്റ് കാലിൻ്റെ അടുത്തേക്ക് രണ്ടും ഒരേ സമയത്ത് മൂവ് ചെയ്യുക. എന്നിട്ട് ഒരു 30 to 40 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഒരു 2 to 3 റിപ്പിറ്റേഷൻസ് ചെയ്യുക. അതേപോലെ മറ്റേ കാലിലും ചെയ്യുക. ഈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അപ്പർ IT ബാൻഡിൻ്റെ അവിടെയുള്ള ടെൻഷൻ കുറയ്ക്കാനും അതിനെ സ്ട്രെച്ച് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അടുത്തത് സീറ്റഡ് ലംബാർ ഫ്ലെക്ഷൻ സ്ട്രെച്ചിങ്. അതായത് നമ്മൾ ഇരുന്നുകൊണ്ട് കൈ രണ്ടും ഫ്രണ്ടിലേക്ക്, അതായത് നിലത്ത് തട്ടുന്ന രീതിയിൽ സ്ട്രെച്ച് ചെയ്യുക. എന്നിട്ട് ആ ഒരു പൊസിഷൻ ഒരു 30 to 40 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഒരു 2 to 3 റെപ്പിറ്റേഷൻസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബാക്കിൻ്റെ അവിടെയുള്ള ലംബാർ സ്പൈനിൻ്റെ അവിടെയുള്ള ആ ഒരു ടെൻഷൻ റിലീവ് ചെയ്യാനും മസിൽസിനെ ഒന്ന് സ്ട്രെച്ച് ആക്കി എടുക്കാനും സാധിക്കും. നാലാമത്തേത് അപ്പർ ബാക്ക് മസിലിൻ്റെ സ്ട്രെച്ചിങ് ആണ്. അതായത് വീഡിയോയിൽ കാണുന്നത് പോലെ കൈ നമ്മൾ കാലിലേക്ക് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് എൽബോ 90 ഡിഗ്രിയിൽ ഹോൾഡ് ചെയ്തിട്ട് മറ്റേ കൈ കൊണ്ട് താഴേക്ക് വലിച്ചു പിടിക്കുക. എന്നിട്ട് നമ്മൾ ആ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ മുട്ടുകൊണ്ട് കൈയിനെ ചെറുതായിട്ടൊന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു 30 to 40 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു 2 to 3 റെപ്പിറ്റേഷൻസ് ചെയ്യുക. അതേപോലെ മറ്റേ സൈഡിലും ചെയ്ത് കൊടുക്കുക. ഈ ഒരു എക്സസൈസ്, അതായത് ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നതിലൂടെ നമുക്ക് അപ്പർ ബാക്കിലുള്ള ടെൻഷനും ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചെടുക്കാൻ പറ്റും. അടുത്തതാണ് ലംബാർ സൈഡ് സ്ട്രെച്ച് എക്സസൈസ്. അതായത് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു കൈ മറ്റേ കൈ കൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. എന്നിട്ട് ഒരു 15 to 30 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുക. ഒരു 2 to 3 റിപ്പിറ്റേഷൻസ് ചെയ്യുക. അതേപോലെ മറ്റേ സൈഡിലേക്കും ചെയ്യാം. ഇത് നമുക്ക് മെയിനായിട്ട് ഈ സൈഡിലുള്ള മസിൽസൊക്കെ സ്ട്രെച്ച് ആവാൻ വേണ്ടിയിട്ടും അവിടേക്കുള്ള സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ഈ ഒരു എക്സസൈസിലൂടെ നമുക്ക് ബാക്കിൽ ബിൽഡ് ചെയ്യുന്ന ടെൻഷൻ കുറയ്ക്കുക. അതേപോലെ ബാക്ക് മസിൽസിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക. അതിനോടൊപ്പം മസിൽസിനെ ഒന്ന് റിലാക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഓൾറെഡി ഡിസ്ക് ബൾജ് ഉള്ള ആളുകൾ, അല്ലെങ്കിൽ കാലിലേക്ക് റേഡിയേറ്റിംഗ് പെയിനോ അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉള്ള ആളുകൾ അതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്യുക. അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എന്താണോ അത് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക.